ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോക്കെതിരെയുള്ള തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ പോലീസിന്റെ നിർണായക യോഗം ഇന്ന്. നടന്റെ സാമ്പത്തിക ഇടപാടുകളും മൊഴിയും വിശദമായി പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കും. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ സിനിമാ സംഘടനകൾ നടപടിയെടുക്കുമോ എന്നും ഇന്നറിയാം. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഒന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ നീക്കങ്ങളാണ്. ഇനി എന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം എന്നത് സംബന്ധിച്ച് ഇന്ന് തീരുമാനമുണ്ടാകും. കൂടുതൽ തെളിവ് ശേഖരണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോലീസിന്റെ നീക്കം എങ്ങനെയാണ്? മറ്റൊന്ന്, ഈ സിനിമാ സംഘടനകൾ ഷൈൻ ടോം ചാക്കോക്കെതിരെ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതിലും ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ഫിലിം ചേംബറിന്റെ യോഗം നടക്കാൻ പോകുന്നു. അമ്മയുടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള 3-അംഗ സമിതി കാര്യങ്ങൾ വിലയിരുത്താൻ പോകുന്നു. എന്ത് തീരുമാനം പ്രതീക്ഷിക്കണം? താൽക്കാലികമായി സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന തീരുമാനത്തിലേക്കായിരിക്കുമോ പോവുക? ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എന്തെല്ലാം സ്വീകരിക്കണം എന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ അന്വേഷണ സംഘം യോഗം ചേരുന്നത്. കമ്മീഷണർ കുറച്ചു ദിവസം അവധിയിലായിരുന്നു. കേസെടുക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കമ്മീഷണറുമായി കൂടിയാലോചിച്ച ശേഷം ഷൈൻ ടോം ചാക്കോയുടെ 2ാം ഘട്ട ചോദ്യം ചെയ്യലിന്റെ തീയതി തീരുമാനിക്കാം എന്ന SCPമാർ തീരുമാനമെടുത്തത്. സാധാരണ കഴിഞ്ഞ ദിവസം ഷൈന് നോട്ടീസ് നൽകിയത് 22-ാം തീയതി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ്. പക്ഷേ ഷൈൻ തന്നെ നേരിട്ട് പറഞ്ഞത് 21-ാം തീയതി ഹാജരാകാമെന്നാണ്. പക്ഷേ അത് വേണ്ട, കുറച്ചുകൂടി സമയം കഴിഞ്ഞ് വന്നാൽ മതി എന്നൊരു നിലപാട് പോലീസ് എടുക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഷൈൻ നൽകിയ മൊഴിയെല്ലാം വിശദമായി പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിൽ ചില പേരുകളുണ്ട്. അതോടൊപ്പം തന്നെ ഷൈന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ സമാഹരിക്കണം. ഇയാൾ ഈ ഗൂഗിൾ പേ വഴി 500 മുതൽ 5000 രൂപ വരെയുള്ള ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതിലെല്ലാം വ്യക്തത വരുത്തി ഈ 2ാം ഘട്ട ചോദ്യം ചെയ്യലിലേക്ക് പോകുമ്പോഴും അതിനും ഒരു ശാസ്ത്രീയ സ്വഭാവം നൽകാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഇന്ന് യോഗം ചേരുന്നത്. അല്പസമയത്തിനകം തന്നെ കമ്മീഷൻ ഓഫീസിലായിരിക്കും യോഗം. 3 ACPമാർ, അന്ന് ചോദ്യം ചെയ്യലുണ്ടായ 3 ACPമാരും ഈ യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും ഈ കേസിന്റെ തുടർ നടപടികളൊക്കെ സ്വീകരിക്കുക. ഒപ്പം പരിശോധനാ ഫലമടക്കം ഈ കേസിൽ നിർണായകമായി മാറുകയും ചെയ്യും. മറ്റൊന്ന്, ഷൈനെതിരെ സിനിമാ സംഘടനകളുടെ ഭാഗത്തുണ്ടാകാൻ പോകുന്ന നടപടിയാണ്. അല്പസമയത്തിനകം തന്നെ സൂത്രവാക്യം സിനിമയുടെ ICS ആരംഭിക്കും. അതിനു മുൻപിൽ ഷൈൻ എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷൈൻ എത്തുമെന്ന് പിതാവ് അറിയിച്ചെങ്കിൽ ഇതുവരെ ഒരു സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഷൈന്റെ വിശദീകരണം കൂടി കേട്ട ശേഷം ഒരു തീരുമാനത്തിലേക്ക് ICS എത്തും. ആ തീരുമാനം അത് ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കൈമാറും. ഒടുവിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ഷൈനെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകുക. പക്ഷേ വിലക്ക് എന്നുള്ളത് ഒരു തൊഴിൽ നിഷേധമാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു കടന്ന നടപടിയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയമുണ്ട്. പ്രത്യേകിച്ച് ഷൈൻ നിരവധി സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറെ സിനിമകളൊക്കെ തീർക്കാനുണ്ട്. അങ്ങനെ പെട്ടെന്നൊരു വിലക്ക് ഏർപ്പെടുത്തിയാൽ അത് മറ്റ് ആ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയ തിരിച്ചടി ഉണ്ടാവും. അപ്പോൾ മറ്റൊരു സൊല്യൂഷൻ കണ്ടെത്തി ഒരു നടപടി എന്ന രീതി ഒരവസരം കൂടി ഷൈന് നൽകുമെന്ന് ഇതിനോടകം തന്നെ സിനിമാ സംഘടനകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് നടപടിയായിരിക്കും ഷൈനെതിരെ കൈക്കൊള്ളുക എന്നുള്ളത് ശ്രദ്ധേയമാണ്. വിഷ്ണു, താരതമ്യേന ദുർബലമായ FIR ആണ് നിലവിലുള്ളത് എന്നൊരു ആത്മവിശ്വാസം ഷൈൻ ടോം ചാക്കോയ്ക്കുമുണ്ട്. അത്തരത്തിലുള്ള നിയമോപദേശം ഷൈൻ ടോം ചാക്കോയ്ക്ക് അഭിഭാഷകരിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു. പക്ഷേ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ തക്ക തെളിവുകൾ ശേഖരിക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. അതിന് ശാസ്ത്രീയ തെളിവുകൾ, ഈ രാസപരിശോധന ഫലം അതൊക്കെ നിർണായകമാകാൻ പോകുന്നു. പോലീസിന് തെളിവുകളുടെ കാര്യത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ വിഷ്ണു? തെളിവ് സമാഹരണം ആരംഭിച്ചിട്ടുണ്ട്. അതിന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷൈന്റെ 2 ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ആ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. കൊച്ചിയിലെ ഡ്രഗ് പെഡ്ലേഴ്സുമായി ഷൈൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അത് ആരെല്ലാമാണെന്ന് കണ്ടെത്തണം. ഇയാൾ ഇത്തരത്തിൽ സ്ഥിരമായി ഈ വസ്തു ഉപയോഗിക്കുന്ന ആളാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വകുപ്പുകൾ ആഡ് ചെയ്യാനാകുമോ എന്നൊരു പരിശോധന നടത്തുന്നുണ്ട്. നിലവിലെടുത്തിരിക്കുന്ന FIRുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ദുർബല സ്ഥിതി വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകും. പക്ഷെ അത് മറികടക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഉണ്ടോ എന്ന് പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. അത് മറികടന്നില്ല എങ്കിൽ കോടതിയിൽ ഇതെത്തുമ്പോൾ വലിയ, അതായത് നേരത്തെ എങ്ങനെയാണോ ഷൈൻ രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അതിന് സാഹചര്യം ഒരുക്കാതെ കൂടുതൽ കുറച്ചുകൂടി സ്ട്രോങ് ആയ എവിഡൻസുകളൊക്കെ കണ്ടെത്തി ഈ കുറ്റപത്രമൊക്കെ വളരെ ശക്തമായി സമർപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലഹരി ഇടപാടുകാരുമായുള്ള ഷൈന്റെ ബന്ധം തെളിയിക്കുക എന്നുള്ളതാണ്. കൺസ്യൂമിംഗ് ഒരു വലിയ കുറ്റം, കൺസ്യൂമിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. അതിനപ്പുറത്തേക്ക് ഇയാൾ സ്ഥിരമായി
ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ഇത് വാങ്ങി സ്റ്റോറേജ് ചെയ്യുന്ന ആളാണ് എന്നുള്ള ഘട്ടത്തിലേക്കൊക്കെ അന്വേഷണം പോയാൽ മാത്രമേ ഒരു ശക്തമായ കുറ്റപത്രം സമർപ്പിച്ച് കൂടുതൽ നടപടികളിലേക്കൊക്കെ പോകാനാകൂ. ഇപ്പോൾ ഇട്ടിരിക്കുന്ന വകുപ്പ് വെച്ച് കോടതിയിൽ ചെന്നാൽ അത് വലിയ പ്രതിസന്ധി പോലീസിന് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ തെളിവുകൾ പോലീസ് സമാഹരിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. ഒരു വട്ടം കൂടി ഷൈനെ ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കുമെന്ന് പോലീസ് പ്രതീക്ഷ വെക്കുന്നു. ഒപ്പം ഈ കേസിൽ കൂടുതൽ പ്രതികൾക്കുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഡ്രഗ് പെഡ്ലറെ ഈ കേസിൽ അറസ്റ്റ്, നേരത്തെ സജീറിന്റെ പേരൊക്കെ ഉയർന്നു വന്നിരുന്നു, അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്താൽ ഈ കേസിൽ ഷൈനും കുറച്ചുകൂടി അല്ലെങ്കിൽ കുരുക്ക് മുറുക്കാൻ ആകുമെന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘം നിലവിൽ പങ്കുവെക്കുന്നത്. ടി കെ വിഷ്ണു സുരേഷ് വിശദമായ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകുകയായിരുന്നു.